ഈ പെണ്ണുങ്ങളൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? കഴിഞ്ഞ ആഴ്ച മഴയെന്ന് പറഞ്ഞ് ഈ പെണ്ണുങ്ങൾ ആരും വന്നില്ല. ഈ ആഴ്ചയും മഴയെന്ന് പറഞ്ഞ് എല്ലാം കിടന്ന് ഉറങ്ങിയായിരിക്കും. ആണ്ടിലും ചങ്കറാത്തേക്കും കയറി വരുന്നവളാണ്. എന്നിട്ട് ഇപ്പം അവൾ എല്ലാവരെയും കുറ്റം പറയുന്നു. ടീ മാലി, ചായയും കടിയൊന്നും ഇല്ലേ? അതെ ചേച്ചി, ഇന്ന് എനിക്ക് നല്ല തലവേദനയുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, സമയവും കിട്ടിയില്ല ഒന്നും ഉണ്ടാക്കാൻ. ഓ, തണുപ്പൊക്കെ അല്ലേടി, ഒരു ചായയും കടിയൊക്കെ ഇട്ടാൽ തിന്നോണ്ടിരിക്കല്ല. ആ, നീയിപ്പോൾ അത് പോട്ട്. അടുത്ത ആഴ്ച വനജയുടെ വീട്ടിലല്ലേ, വനജ ചായയും കടിയൊക്കെ വെക്കത്തില്ലേ? അതിനെന്ത് ചേച്ചി, ചേച്ചി വാ, ഞാൻ ചായയും കടിയൊക്കെ വെച്ചേക്കാം. അല്ലാതെ മറ്റുള്ളവരെ കണക്ക് തിന്നാൻ മാത്രമല്ല, കൊടുക്കാനും അറിയാം. അതെന്തൊരു വർത്താനോടി വനജ നീ പറയുന്നത്? അത് നീ എന്നെ കുറിച്ചല്ലേ ഡി പറഞ്ഞത് ഞാൻ കൊടുക്കത്തില്ലെന്ന്? അതിന് ഞാൻ മാലിന്യ ഉദ്ദേശിച്ചാണാ പറഞ്ഞത്? ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതാണ്. നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അത് നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്ക് എന്നെ കുറിച്ചായിട്ട് തന്നെയാ തോന്നിയത്. പെണ്ണുങ്ങളെ അത് നിർത്തുക, അത് വിട്ടേക്ക്, അതിന് കുഴപ്പമില്ല. ഡീ വനജെ, നീ ഒരു കാര്യം അറിഞ്ഞാ? നമ്മുടെ തങ്കപ്പണ്ണന്റെ മോളുടെ മോൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. ആണോ ചേച്ചി? ഞാനിതൊന്നും അറിഞ്ഞില്ല. ചേച്ചി ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ഞാൻ ഇതൊക്കെ ഇന്നലെ അറിഞ്ഞ്. ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമത്തിൽ കണ്ട് ഫോട്ടോ ഇട്ടേക്കുന്നു. അവർ ഫോട്ടോ ഇട്ടേക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ട്രെൻഡല്ലേ? വീഡിയോ എടുക്കുന്നതും റീൽസ് ഇടുന്നതും വൈറലാവുന്നതും ഇൻ്റർവ്യൂ കിട്ടുന്നതും ഇതൊക്കെയല്ലേ ട്രെൻഡ്? ഓരോ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാ അത്. ചേച്ചിയുടെ മോള് ഒളിച്ചോടിയല്ലേ ചേച്ചി പോയത്? പിള്ളേരെ ജീവിക്കട്ട്. എൻ്റെ മോള് ഒളിച്ചോടിയൊക്കെ തന്നെ പോയത്. പക്ഷെ നല്ല ഇറക്കൻ്റെ കൂടെയാണ് പോയത്. നല്ല ഇറക്കനാ. കാണാൻ ഭംഗിയില്ലേ, ജോലിയില്ലേ, പിന്നെന്തോ വേണം? എല്ലാം ഉണ്ട്, 5-6 പെണ്ണുങ്ങളും ഉണ്ട്. തൊഴിലുറപ്പിൽ ഭയങ്കര അടിയെന്ന് പറയുന്നു. നിങ്ങളാരെങ്കിലും അറിഞ്ഞായിരുന്നാ? ഇവൾ അയൽക്കൂട്ടത്തിന് വന്നേണോ അതോ നുണക്കൂട്ടത്തിന് വന്നേണോ? ഞാനും ഇതൊന്നും അറിയത്തില്ല. എന്തരാണ് എന്തോ ഇവിടെ നടക്കുന്നത്? ഞാൻ 2 ദിവസം മുന്നേ അങ്ങോട്ട് പോയായിരുന്നു അവരുടെ സൈഡിലോട്ട്. അപ്പോഴത്തേക്ക് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര വഴക്ക്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. എടി വനജെ, നിന്റെ വീട്ടിൻ്റെ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പെണ്ണും ചെറുക്കനായിട്ട് ഭയങ്കര വഴക്കം നിൽക്കുന്നു. സത്യമാണോ? എന്തോ ചേച്ചി, എനിക്കറിഞ്ഞൂടാ. അവരമ്മ പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല. പിന്നെ 2-3 ദിവസം മുന്നേ അവിടെ ആരോ വന്നെന്നൊക്കെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞ്. ഞാൻ കണ്ടതുമില്ല കേട്ടതുമില്ല. അങ്ങനെ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു 7:50 ആയപ്പോൾ ഇന്നലെ അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നു. പിന്നെ അവൻ അവളുടെ തലയിൽ എന്തരം എടുത്തിട്ട് അടിച്ചെന്നും അവൾ തിരിച്ചടിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാനോ ഒന്നും പോകാറില്ല. അയ്യോ, അവളൊന്നും ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായടി ഒന്നും ശ്രദ്ധിക്കത്തില്ലെന്ന്. ഓരോരുത്തരെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കുന്ന. കഷ്ടം തന്നെ. പിന്നെ അവിടെ അടിയും വഴക്കൊന്നും നടക്കാതിരിക്കണോളാ വീട്ടില്. പിന്നെ ലോണൊക്കെ എടുത്തിട്ടുള്ളവർ പെട്ടെന്ന് തിരിച്ചടയ്ക്കണേ. എനിക്ക് പുതിയ ലോൺ എടുക്കാനാണ്. ചേച്ചി ലോൺ എടുത്തിട്ട് വേണം എനിക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എടുക്കാൻ നോക്കിയിരുന്നു. അപ്പം അടുത്ത ആഴ്ച എൻ്റെ വീട്ടിലാണ് അയൽക്കൂട്ടം. എല്ലാവരും വരണം കേട്ടാ. ഞാൻ ചായയൊക്കെ ഇട്ട് വെച്ചേക്കാം. ചായയും കടിയൊക്കെ തരാം.